ഇത് നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മള് കേരകളാണ് പഠിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ്, മോട്ടോറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത് അല്ലേ? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഡി സി സീരീസിൻ്റെതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. സീരീസ് അല്ല, ഷണ്ട് മോട്ടോർ. ഇപ്പൊ ഷണ്ട് മോട്ടോർ എങ്ങനെ ഉണ്ടാകുക? കറങ്ങുന്ന ആർമേച്ചർ ഉണ്ടാകും അല്ലെ? ആർമേച്ചറിന് പാരലൽ ആയിട്ടാണ് നമ്മളെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? പിന്നെയോ ഇവിടെ നമ്മൾ ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇതുപോലെയല്ലേ നമ്മളെ ഷണ്ട് മോട്ടോർ. ഈ മോട്ടോർ നമ്മളപ്പോ കറണ്ട് ഉണ്ടാവും, ആർമേച്ചറിലേക്ക് ഒരു കറണ്ട് ഉണ്ടാവും, അതുപോലെ ഷണ്ട് ഫീൽഡിലേക്ക് കറണ്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വോൾട്ടേജ് നോക്കിയാട്ടെ പാരലാണ്, ആർമേച്ചറും ഷണ്ട് ഫീൽഡും പാരലാണ്. അപ്പോൾ നമ്മുടെ കോയിലിൽ കിട്ടുന്ന വോൾട്ടേജ് എന്താ? അപ്ലൈ ചെയ്യുന്ന ഇതേ വോൾട്ടേജ് അല്ലേ, ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ആണ് വി അല്ലെ? അപ്ലൈ ചെയ്യുന്ന ഡി സി വോൾട്ടേജ് വി. ആ വോൾട്ടേജ് തന്നെയാണ് നമ്മുടെ ഷണ്ട് ഫീൽഡിനും പാരലായിട്ട് കിടക്കുന്നത് അല്ലെ? ഇപ്പൊ വോൾട്ടേജ് നമ്മുടെ ഷണ്ട് ഫീൽഡിലുള്ള വോൾട്ടേജ് എത്രയാണ്? വി തന്നെയാണ് അല്ലെ? ഷണ്ട് ഫീൽഡിലെ വോൾട്ടേജ് നമുക്ക് വി എന്ന് തന്നെ പറയാം. ഇപ്പൊ കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഡി സി വോൾട്ടേജ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് R എന്ന് വിചാരിക്കാം, R1 എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ കറണ്ട് എത്ര കിട്ടും? ഷണ്ടിലേക്കുള്ള കറണ്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അല്ലെ? V ബൈ R1 ആണ്. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഷണ്ടിന്റെ കേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? വോൾട്ടേജ് ഡി സി വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് അല്ലേ? നമ്മുടെ കോയിലിന്റെ റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എപ്പോഴും ഇത് ഷണ്ട് കറണ്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് അല്ലെ? V ബൈ R1 എന്നുള്ള കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡോ? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ലേ? കറണ്ട് കോൺസ്റ്റന്റ് ആയാൽ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫൈ ഇതാണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലാണ് നമ്മളെ റോട്ടർ അല്ലെ, ആർമേച്ചർ കറങ്ങുന്നത്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് ഡി സി ഷണ്ട് കേരയില്. ഷണ്ടിലാകുമ്പോ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ്. കാരണം എന്താ? ഷണ്ട് കറണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ടോർക്ക്. ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും കറണ്ടും. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കറണ്ട് കൂടിയാൽ ടോർക്ക് അല്ല, ഫോഴ്സ് കൂടും. അതുപോലെ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിയാലോ ടോർക്ക് കൂടും. അപ്പൊ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സും കറണ്ടും. പിന്നെയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, വണ്ടീന്റെ കേസ് ആലോചിക്കുക. സ്പീഡും ടോർക്കും ഇൻവേഴ്സ് റിലേഷനാ. നിങ്ങളെ നല്ല കയറ്റമുള്ള കുന്ന് കയറുന്ന ആലോചിക്കുക അല്ലെ? ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറിലോ ഇട്ടാലേ നിങ്ങൾക്ക് ആ കുന്ന് സ്മൂത്ത് ആയിട്ട് കയറാൻ പറ്റും. നിർത്തിയെടുക്കുന്നുള്ള വണ്ടിയാണ് പറയുന്നത്. അപ്പൊ നിർത്തിയിട്ട് നിങ്ങൾ നല്ല കുന്ന് കയറണ്ടിക്കൽ എന്താ? ഫസ്റ്റിലോ സെക്കൻഡിലോ ഇട്ട് കയറണ്ടേ? എന്നാലും ഹെവി ടോർക്ക്. അപ്പൊ എന്താ? ലോ സ്പീഡ് അല്ല, ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും സ്പീഡ് കുറവല്ലേ? അത് നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റൂല. അപ്പൊ എന്താ? ആ ഒരു കാര്യം നിങ്ങൾ റിലേറ്റ് ചെയ്യാം ഡി സി ഈ മോട്ടറിന്റെ കേസിൽ. ഇപ്പൊ ടോർക്കും സ്പീഡും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ എന്താ? ടോർക്ക് കൂടുതൽ കിട്ടണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറക്കണം. ആ ഒരു കാര്യം നിങ്ങൾ അറിയണം. ഇപ്പൊ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ എഴുതുക? സാധാരണ 1/n എന്ന് എഴുതും അല്ലെ? അപ്പൊ ഈ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്നത്. അപ്പൊ ഫസ്റ്റ് കാര്യമാണ് ടോർക്ക് വേഴ്സസ് കറണ്ട്. ഇപ്പൊ ഡി സി ഷണ്ടിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ നമ്മൾ പറഞ്ഞു കറണ്ട് അല്ലെ? ഷണ്ടിലേക്കുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ കാര്യം നമുക്ക് ഒഴിവാക്കാം, ഫ്ലക്സിന്റെ കാര്യം ഒഴിവാക്കാം. അപ്പൊ ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് ഡി സി ഷണ്ടിൽ വരിക. അപ്പൊ എങ്ങനെ കിട്ടും? ടോർക്ക് വേഴ്സസ് ആദ്യം. അപ്പൊ നിങ്ങൾ വൈ ആക്സിസിൽ ടോർക്കാണ്, ടോർക്ക് വേഴ്സസ് കറണ്ട് അല്ലേ? അപ്പൊ ടോർക്ക് വൈ ആക്സിസിൽ, കറണ്ട് ഇത് മാറിപ്പോറും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ടോർക്ക് കറണ്ട് ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കേണ്ടത്. ഇപ്പൊ ടോർക്കും കറണ്ടും എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഡി സി ഷണ്ടിൽ. അപ്പൊ എങ്ങനെ വരും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ഇതാണ് ടോർക്ക് വേഴ്സസ് കറണ്ട് കാര, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കാര എന്നും കൂടി ഇതിന് പറയും. രണ്ടാമത്തെ കാര ഏതാണ്? രണ്ടാമത്തെ കാര സ്പീഡ് അല്ലെ? സ്പീഡ് വേഴ്സസ്, സ്പീഡിന് എന്ന് പറയും, സ്പീഡ് വേഴ്സസ് കറണ്ട്. കറണ്ട് എപ്പോഴും ഏത് ആക്സിസിൽ? എക്സ് ആക്സിസിലാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡും കറണ്ടും ഇതുപോലെ ആദ്യം വരയ്ക്കുക. സ്പീഡും കറണ്ടും വരച്ചു. പിന്നെയോ നിങ്ങൾക്കറിയാം സ്പീഡ് കറണ്ട് കൂടുമ്പോ ഇവിടുത്തെ റിലേഷൻ അറിയില്ല അല്ലെ? കറണ്ട് കൂടുമ്പോ എന്ത് സംഭവിക്കും? കറണ്ട് കൂടുമ്പോ ടോർക്ക് കൂടൂലേ?
ടോർക്ക് കൂടിയാൽ സ്പീഡ് കുറയും. അപ്പൊ ഇത് രണ്ടും ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, സ്പീഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ സ്പീഡ് ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക്, വി മൈനസ് IARA ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് കിട്ടുക. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ് DC ഷണ്ടിൽ, പിന്നെ ആരാണ്, വോൾട്ടേജും കോൺസ്റ്റന്റ് ആണ്. ഈ കറണ്ട് മാത്രമേ മാറുന്നുള്ളൂ അല്ലെ. അപ്പൊ കറണ്ട് 0 ആണെങ്കിൽ എത്ര കിട്ടും, സ്പീഡ് ഈസ് ഈക്വൽ ടു വി എന്നുള്ള രൂപത്തിലല്ലേ വരുന്നേ. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈ ഇനീഷ്യൽ സ്പീഡ് ഉണ്ട്. ഇനി കറണ്ട് കൂട്ടുന്നതനുസരിച്ചോ, കറണ്ട് കൂട്ടുന്നതനുസരിച്ച് അല്ലേ, ഇത് 1, 2, 3 എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ആലോചിക്കുക. V-1 ആദ്യം വരും, പിന്നെ V-2, അപ്പൊ കുറഞ്ഞു വരും അല്ലെ. അപ്പൊ കറണ്ട് കൂട്ടുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കുറഞ്ഞു ഒരു ഹൈ വാല്യൂന്ന് കുറഞ്ഞു വരും. ഇതാണ് സ്പീഡ് വേഴ്സസ് കറണ്ട് കേര. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഏതാണ്, സ്പീഡ് വേഴ്സസ് ടോർക്ക്. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാം, കറണ്ട് ടോർക്കും ഒരേ ആളാണ് അല്ലെ. ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് ആണ്. അപ്പൊ കറണ്ട് ടോർക്ക് നിങ്ങൾക്ക് ഒരേ ആളായിട്ട് വിചാരിക്കാം. അപ്പൊ സ്പീഡ് വേഴ്സസ് ടോർക്ക് കയറാണ് ലാസ്റ്റ് കയറ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. കറണ്ടിന്റെ അതേ സ്പീഡ് വേഴ്സസ് കറണ്ട് ഇല്ലേ, അതേ ഷേപ്പാണ് സ്പീഡ് വേഴ്സസ് ടോർക്കും. കാരണം രണ്ടും ഒരേ ആളല്ലേ, ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലേ. അപ്പൊ ടോർക്കും കറണ്ടും നമുക്ക് ഒരുപോലെ വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രാഫ് പഠിച്ചാൽ ടോർക്കിന്റെ ഗ്രാഫും വരക്കാം അല്ലെ. ടോർക്കിന്റെ ഏത് വരും, സെയിം വരും അല്ലെ, സ്പീഡ് ടോർക്ക്. കാരണം കറണ്ട് കൂടുമ്പോൾ ടോർക്കും കൂടും, ടോർക്ക് കൂടിയ സ്പീഡ് കുറയും. ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ കാര്യം മനസ്സിലായില്ല, ഈ സ്പീഡ് വേഴ്സസ് കറണ്ട് കാര്യം അത് തന്നെയാണ് സ്പീഡ് വേഴ്സസ് ടോർക്കിലും വരിക. ഫസ്റ്റ് വണ്ണോ, ടോർക്ക് വേഴ്സസ് കറണ്ടോ, കറണ്ട് കൂടുന്നതനുസരിച്ച് ടോർക്കും കൂടും. അപ്പൊ എന്താ, ഇതുപോലെയാണ് ലീനിയർ റിലേഷൻ ആണ് വരിക അല്ലെ. അപ്പൊ കറണ്ട് 1 ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 ടോർക്കാണ് വിചാരിക്കുക, 10 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വിചാരിക്കുക കറണ്ട് 1 ആകുമ്പോൾ. 2 ആകുമ്പോഴോ 20 കിട്ടും, ഇവിടെ 20 ആണ് കിട്ടുക. 3 ആണെങ്കിൽ 30 കിട്ടും. ഇങ്ങനെയാണ് അത് വരുന്നത്.